ഹായ് സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇത് നമ്മൾ അന്ന് പോയ വെഡ്ഡിങ് ഷോപ്പിംഗ് വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ഇന്ന് എൻ്റെ 2 മാമന്മാരും വൈഫും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നിസിക്കുട്ടി. അന്ന് പോയ സെയിം ഷോപ്പിൽ തന്നെ ആയിട്ടാണ് പോണത്. കാരണം എന്ന് വെച്ചാൽ മെറ്റീരിയൽ എടുത്തിട്ട് ഡ്രസ്സ് തയ്പ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മമ്മി തന്നെ തയ്ക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാമല്ല. നല്ല മഴയും ഉണ്ടായിരുന്നു, അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ ആൻറ്റിക്ക് ഒരുപാട് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി അറിയാം, നല്ല കളക്ഷൻ ഉണ്ട്. ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ കുറച്ച് മിറർ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഇതാണ് കടയുടെ പേര്, ഇൻഡോർ ടെക്സ്റ്റൈൽസ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല അടിപൊളി ബോളിയും പായസവും കിട്ടണ കട ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ചെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് 175 റുപ്പീസാണ്. പിന്നെ ഒരു പീസ് ബോളിക്ക് 18 റുപ്പീസാണ്. ഈ ബോളിക്കകത്ത് തന്നെ ശർക്കരയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ഇച്ചിരിയല്ലേ ഉള്ളതെന്ന്, പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട. ഞങ്ങൾ 7-8 പേരും കൂടെയാണ് ഈ പായസവും ബോളിയും എല്ലാം കഴിച്ചത്. പിന്നെ 2-3 ദിവസമല്ല, ഒരു 10-15 ദിവസമായിട്ട് ഞാൻ ഷുഗർ കട്ടിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ആ കാര്യമേ മറന്നുപോയി. പിന്നെ അവരൊക്കെ സെക്കൻഡും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചുമ്മാ എന്തിന് ഈ കലോറിയൊക്കെ കിടന്ന് ഞാൻ തന്നെ ബേൺ ചെയ്യണം, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പഴയ രാമചന്ദ്രയിലോട്ട് പോയി. അവിടെ നിന്ന് ഈ റാഗിയുടെ ഈ മുറുക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന സാരി എല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ ദേഹത്ത് വെച്ച് നോക്കി, കൊള്ളായിരുന്നു. പിന്നെ ഞാൻ സാരി കൊടുക്കാത്തതുകൊണ്ട് അതെല്ലാം അതുപോലെ വെച്ചിട്ട് വന്ന് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ രാമചന്ദ്രയിലൊന്നും സാരി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് പോത്തീസിലോട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു നല്ല സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെഡിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് അങ്കിളിൻ്റെ വെഡിങ്ങിന് ഞാൻ തന്നെയാണ് എൻ്റെ മേക്കപ്പ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യണത്. അപ്പം ഞാൻ ഒരു അടിപൊളി ഫൗണ്ടേഷൻ നോക്കി നടക്കുകയായിരുന്നു, എൻ്റെ സ്കിന്നിന് ചേർന്നത്. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞാൻ ഫേസസ് കാനഡയുടെ ഒരു 3-in-1 എൻ്റെ ഷെയ്ഡ് നോക്കി ഓഫർ പ്രൈസിന് 292 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഏകദേശം രാത്രിയായി. ഇതെൻ്റെ അങ്കിള് എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എടുത്ത് തന്നതാണ്. അപ്പോൾ വെഡ്ഡിങ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.